നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ബാർസലോണ ഫാൻ നടന്നിട്ടുണ്ട്. ചില വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ സൗണ്ടിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. കാരണം നമ്മൾ റെഗുലർലി റെക്കോർഡ് ചെയ്യുന്നിടത്ത് ചെറിയ എക്കോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈവൻ ഇഫ് മൈക്ക് യൂസ് ചെയ്തിട്ട് അതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടാണെന്നൊരു ഡൗട്ടുണ്ട്. നമ്മളൊരു ക്ലോസ് സ്പേസിൽ നിന്ന് നോക്കാനായിട്ടാണ്. ഇതാണ് ഓഡിയോയിൽ ബെറ്റർ എങ്കിൽ ജസ്റ്റ് മെൻഷൻ. വെളിയിൽ ചെറിയ ജീവികളുടെ സൗണ്ട് കേൾക്കുവാണെങ്കിൽ അത് വെളിയിൽ ചെറിയൊരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ തൊട്ടപ്പുറത്തുണ്ട്, അതിൽ നിന്നാണ്. അല്ലാതെ ഇനി എക്കോ ഇഷ്യൂസോ അതോ നേരത്തെ വീഡിയോസിനേക്കാളും സൗണ്ട് ക്വാളിറ്റിയിൽ ഇനി ഇമ്പ്രൂവ്മെന്റ്സോ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് ഈ സ്പേസ് ഒന്ന് റെഗുലർലി റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യാനോ വേണ്ടോ ഒന്ന് ഡിസിഷൻ എടുക്കാനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയാം. അവിടുന്ന് നേരെ നമ്മുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ഇഫ് യു ആർ ബാർസലോണ ഫാൻ ഉച്ചോട്ടെ വാർത്തകൾ വരുന്നുണ്ട്. കസാഡോനെ നമ്മൾ മാർക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പല 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 സോഴ്സുകളിൽ നിന്നും വന്നു, വി വിൽ ലിസൺ ടു ഓഫേഴ്സ് ഫോർ ഫെർമിൻ ലോപ്പസ്, കസാഡോ, ക്രിസ്ത്യൻസൺ. ഈ 3 പ്ലേയേഴ്സിനും നമ്മൾ ഓഫേഴ്സ് ലിസൺ ചെയ്യും. റൊണാൾഡോ അറോഹോനെ നമ്മൾ ഒരു സുപ്പീരിയർ ഡിഫൻഡറായിട്ടാണ് കാണുന്നത്. പുള്ളിക്ക് വേണ്ടി ഒരു ഓഫേഴ്സ് നമ്മൾ ലിസൺ ചെയ്യുന്നില്ലെന്ന് വാർത്തകൾ വന്നു. പിന്നീട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും പല പല ന്യൂസുകൾ കേൾക്കുന്നുണ്ടായി. ഫസ്റ്റ് വന്നത് കസാഡോനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ്. യുണൈറ്റഡുമായിട്ടും കസാഡോ ലിങ്ക്സ് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിലും വൈകിട്ട് വന്നത് കസാഡോനെ നമ്മൾ ലോൺ വിത്ത് ആൻഡ് 30 മില്യൺ ഓപ്ഷൻ 2 ബൈക്ക് വരെ വിൽക്കാനായിട്ട് റെഡിയാണ്. അത്രയ്ക്ക് നമ്മൾ ഡെസ്പറേറ്റ്. അതായത് നമ്മളൊരു 30 മില്യൺ 50 മില്യണിൽ നിന്ന് 30 മില്യൺ ഡിമാൻഡ് കസാഡോയ്ക്ക് കുറച്ചെന്ന് റിപ്പോർട്ട് വന്നു. പിന്നീട് വന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് കൺസിഡറിംഗ് ദ ഡീൽ എന്നുള്ള രീതിയിൽ സ്ട്രോങ് റിപ്പോർട്ടുകൾ സ്പെയിനിൽ നിന്നുള്ള സോഴ്സുകളിൽ നിന്ന് വന്നു. ഇതൊന്നും ഫസ്റ്റ് ഇയർ അഥവാ നമ്മൾ ഫാബോ ഡേവിഡ് ഓൺസിനോ ഒന്നുമല്ല, സ്പെയിനിൽ നിന്നുള്ള ചില സോഴ്സുകളിൽ നിന്ന് വന്നു. ഇന്നലെ നൈറ്റ് ആയപ്പോഴേക്കും ഡയാറിയേഴ്സും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സ്പോർട്ടിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 61 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജ്, അതായത് ഏകദേശം 70 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ് ബാർസലോണയ്ക്ക് വേണ്ടി ഫെർമിൻ ലോപ്പസിന് വേണ്ടി ഓഫർ ചെയ്യാൻ റെഡിയാണെന്നും ആളുടെ സാലറി ആളിപ്പം ബാർസലോണയിൽ ഏൺ ചെയ്യുന്നതിന്റെ 2 ഇരട്ടി സാലറി വരെ ഓഫർ ചെയ്യാൻ റെഡിയാണെന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നൈറ്റ് ആയപ്പോഴേക്കും മുണ്ടോഡിപ്പട്ടവയുടെ റിപ്പോർട്ട് വന്നു, ഹാൻസി ഫ്ലിക്ക് ഫെർമിൻ ലോപ്പസിനെ അൺടച്ചബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്നും ഈവൻ ഇഫ് എന്തൊക്കെ ഓഫർ വന്നാലും അത് റിജക്ട് ചെയ്യണമെന്നാണ് ഹാൻസി ഫ്ലിക്കിന്റെ ഡിമാൻഡ് എന്നും കേട്ടു. കൂടാതെ ഫെർമിൻ ലോപ്പസിനും ബാർസലോണയിൽ നിൽക്കാനാണ് താല്പര്യം. സെയിം ആണ് കസാഡോയുടെ സിറ്റുവേഷൻ. ബട്ട് കസാഡോയിൽ ഫെർമിൻ ലോപ്പസിന്റെ അത്ര വാശി ഫ്ലിക്കിന് ഇല്ലെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഹി വാണ്ട്സ് കസാഡോ ടു സ്റ്റേ. കൂടാതെ കസാഡോയ്ക്കും ക്ലബ്ബ് വിടാനായിട്ട് പ്ലാനില്ല. നിങ്ങൾക്ക് ഈ 2 കാര്യത്തിലുള്ള ഒപ്പീനിയൻ പറയാം. നമ്മളിപ്പം ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോഴേക്കും ഇനിയിപ്പം രാവിലെ ആയപ്പോഴേക്കും പല സോഴ്സുകളിൽ നിന്നും വരുന്നത് ഫെർമിൻ ടച്ചബിൾ അല്ല, വിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ പിന്നീട് വരാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, ഫെർമിൻ ലോപ്പസിൽ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയ സമയത്ത്, അതായത് ജൂൺ ആ ഒരു സമയത്ത്, മെയ് അവസാനം ജൂൺ ആദ്യമായപ്പോഴേക്ക് തന്നെ ഫെർമിൻ ലോപ്പസിൽ ബയൺ മ്യൂണിക്ക്, അതുപോലെ തന്നെ ഇപ്പൊ ലാസ്റ്റ് ഇയർ ടോട്ടനാം ഇൻട്രസ്റ്റ് കാണിച്ചാൽ അവരും വീണ്ടും ഇൻട്രസ്റ്റ് താല്പര്യപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചെൽസി എൻക്വയറി നടത്തിയായിട്ട് കേട്ടിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിങ്ക്സ് നേരത്തെ ഒട്ടേ കേൾക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു നെയിമാണെന്ന് പല സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫെർമിൻ ലോപ്പസ് നല്ല ഈസിലി സെല്ലബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെന്ന് ബാർസലോണ ബോർഡിന് അറിയാം. കൂടാതെ ഹാൻസി ഫ്ലിക്ക് തന്റെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഫെർമിൻ ലോപ്പസിന് വേണ്ടിയുള്ള ഒരു ഓഫേഴ്സും ലിസൺ ചെയ്യേണ്ടതാണ്. ആൻഡ് ബാർസലോണ ബോർഡ് തൽക്കാലം അറിയാലോ, ബാർസലോണയ്ക്കും വിൽക്കാനായിട്ട് മാനേജ്മെന്റിന് താല്പര്യമില്ല. പക്ഷേ ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഇതുവരെ ക്യാമ്പ് നൗവിലോട്ട് ഈ സീസൺ സ്റ്റാർട്ടിൽ പോകുന്നുള്ള കാര്യം ഉറപ്പല്ല. ക്യാമ്പ് നൗവിൽ നിന്ന് കിട്ടേണ്ട പല റവന്യൂസ് നമുക്ക് പ്രോഫിറ്റിലോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ ലലീഗ തുടങ്ങുകയാണ്. ഇതുവരെ റാഷ്ഫോർഡിനെയോ ജോൺ ഗാർഷ്യനെയോ റൂണി ബാർഗിനെയോ ഒന്നും ഫസ്റ്റ് ടീമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബാർസലോണ മാനേജ്മെന്റിന് ഇപ്പം നിന്ന് തിരിയാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയത്തില്ല, ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം റവന്യൂസ് ക്യാമ്പ് നൗ ഓപ്പൺ ആവാതെ റവന്യൂസ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒഫീഷ്യലി 1:1 ആവത്തില്ല. ഇപ്പോൾ റവന്യൂ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി സെയിൽസ് ആണ്. ഫെർമിൻ ലോപ്പസിനെ വിൽക്കുകയാണെങ്കിൽ ഫുൾ പ്രോഫിറ്റ് ആണ്. ബട്ട് ബാർസലോണ കസാഡോനെയോ ക്രിസ്ത്യൻസിനെ വിൽക്കുകയാണെങ്കിൽ ഫുൾ പ്രോഫിറ്റ് ആണ്. ദേ വുഡ് പ്രിഫർ ദാറ്റ്. പക്ഷേ ഫെർമിൻ ലോപ്പസിനുള്ള ആ ഒരു ഡിമാൻഡ് ഇവർക്കില്ല. ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലാണ് എനിക്ക് തോന്നുന്നത് മാനേജ്മെന്റ് വീണ്ടും ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് റെഡിയായത്. അതിൽ പല ക്ലബ്സും അവെയറായി ഓഫേഴ്സ് വരാനായിട്ട് തുടങ്ങി. മാൻ യുണൈറ്റഡ് ആണ് ഏറ്റവും സീരിയസ് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഹാൻസി ഫ്ലിക്ക് വീണ്ടും മാനേജ്മെന്റിനോട് ഫെർമിൻ ലോപ്പസിന് അൺടച്ചബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി പുള്ളിനെ കീപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സെയിം ഫോർ കസാഡോയുടെ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കസാഡോവിനെ എനിക്ക് തോന്നുന്നു ഈവൻ ദോ ഇപ്പം വിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. പ്ലെയർ നിൽക്കുമെന്ന് പറഞ്ഞൊരു വാശി നിൽക്കുവാണെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ ഡെസ്പറേറ്റ് ആണ്. റാഷ്ഫോർഡ് രജിസ്ട്രേഷന്റെ ഒക്കെ ആവശ്യം വരുവാണെങ്കിൽ ചിലപ്പം നമ്മൾ കസാഡോ സെയിൽ ഇപ്പൊ 30 മില്യൺ ഒക്കെ കസാഡോ സ്റ്റീലാണ്. ഏത് ക്ലബിലോട്ടാണെങ്കിലും വളരെ വലിയ സ്റ്റീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. ക്രിസ്ത്യൻസനും
സീരിയസ് ആയിട്ടുള്ള ഓഫേഴ്സ് കുറവാണ്. പിന്നെ പുള്ളി പോകുന്നില്ല എന്ന് പറഞ്ഞ വാശിയിൽ നിൽക്കുകയാണ്. എനിക്ക് ഫെർമിനെ ഫ്ലിക്ക് പിടിച്ചു നിർത്തുന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് ബ്രൂണോ ഫെർണാണ്ടസ് സൗദി അറേബ്യ ലിങ്ക്സ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അൽ നാസർ ലിങ്ക്സ് ഒക്കെ വന്നിരുന്നു. സോ ബെൻ ജേക്കബ്സ് വന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ബ്രൂണോ ഫെർണാണ്ടസ് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ്. മാൻ യുണൈറ്റഡിൽ അറ്റ്ലീസ്റ്റ് 1 more year നിൽക്കുമെന്നാണ്. കൂടാതെ ഇപ്പം ഫാബ്രിസിയോ റൊമാനോ വന്നും റിപ്പോർട്ട് ഇടുകയുണ്ടായി ബ്രൂണോ ഫെർണാണ്ടസ് സ്റ്റേയിങ്, പുള്ളി സൗദി ലീഗ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് പല ജോർജ് ജീസസും അതുപോലെ തന്നെ റൊണാൾഡോയുടെയും പ്രഷർ ഉണ്ടെന്നും പുള്ളി ഇത് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ സൗദിയായിട്ട് ക്ലോസ് ആയിരിക്കുന്ന പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് ഡസൻ മേക്ക് സെൻസ്. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് വിടാനായിട്ടായിരുന്നു അൽ ഹിലാൽ ആ പ്രപ്പോസലായിട്ട് വന്നപ്പോഴേ ടണ്ണാവുണ്ടാണ്. കാരണം ഇപ്പം ബ്രൂണോനെ വിറ്റാൽ ഇനി റീപ്ലേസ് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. 1, 2 റൂബൻ അമോറിമിന് കോച്ചിന്റെയാണ് അൾട്ടിമേറ്റ്. റൂബൻ അമോറിമിന് പുള്ളിനെ വേണം. അതുകൊണ്ടാണല്ലോ പുള്ളി പ്രീ സീസണിൽ കാണാം ബ്രൂണോനെയാണ് മെയിൻ മാനായിട്ട് പുള്ളി യൂസ് ചെയ്തു. സോ പ്രീ സീസൺ മാൻ യുണൈറ്റഡുമായിട്ട് കളിച്ച് പുള്ളി ആ മൂവ് ബ്ലോക്ക് ചെയ്ത് റൂബൻ അമോറിയം വാശി പിടിച്ച് നിർത്തിയ ഒരു പ്ലെയറിനെ എന്തിന് ഈ ലാസ്റ്റ് മൊമെന്റ് വീണ്ടും വിൽക്കാനായിട്ട് അഥവാ ബോർഡ് വിൽക്കും, അല്ലെങ്കിൽ ഈവൻ ബ്രൂണോ ഫെർണാണ്ടസ് എന്തിന് ലീവ് ചെയ്യും ഇത്രയും ഇത് എന്താ പറയുക പ്രീ സീസണിലും മറ്റൊക്കെ റെഡിയായ ഒരു സീസണിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ. സോ ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. മേ ബി ആഫ്റ്റർ ദ വേൾഡ് കപ്പ് പുള്ളി മൂവ് ചെയ്യുമായിരിക്കും. പക്ഷേ ക്രിസ്ത്യാനോയുടെ ഇൻഫ്ലുവൻസും എല്ലാം വന്നാൽ ഡോണ്ട് നോ ജോർജ് ജീസസ് ക്രിസ്ത്യാനോ ഫോർസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷേ ഫാബുണ്ട് ബെൻ ജേക്കബ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്റ്റേയിങ് അറ്റ്ലീസ്റ്റ് 1 more year മാൻ യുണൈറ്റഡിൽ സ്റ്റേ ചെയ്യുമെന്ന് തന്നെയാണ്. സോ അവിടെ നമ്മൾ അടുത്ത റിപ്പോർട്ടിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഷെഷ്കോയുടെ കാര്യത്തിലാണ്. ഷെഷ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഷെഷ്കോ കുട്ടനാണെങ്കിൽ ഇപ്പം എലക്ഷൻ റിസൾട്ടിന്റെ കാര്യം പറയുന്ന പോലാണ്. മാൻ യുണൈറ്റഡ് ജയിക്കുമോ ന്യൂകാസിൽ ജയിക്കുമോ എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ്. സോ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹി ഈസ് മേക്കിംഗ് ഹിസ് ഡിസിഷൻ സൂണെന്നാണ്. മിക്കവാറും ഉടനെ നമുക്ക് ഡിസിഷൻ അറിയാൻ പറ്റും. ബെഞ്ച് അതായത് 75 million euros ഒരു ഫിക്സഡ് പ്ലസ് 5 million euros ആഡംസിന്റെ ഒരു പാക്കേജ് ന്യൂകാസിൽ വിട്ടല്ലോ. അത് റിജക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് അക്സെപ്റ്റും ചെയ്തിട്ടില്ല ലൈപ്സിഗ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലൈപ്സിഗിനെ അറിയിച്ചിരിക്കുന്നത് ഷെഷ്കോ തങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് മാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ ഒരു ബിഡ് തന്നെ വിടാനായിട്ട് റെഡിയാണെന്ന് ലൈപ്സിഗിനെ മാൻ യുണൈറ്റഡ് അറിയിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്ലറ്റംബർഗ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഷെഷ്കോ തന്റെ ഒഫീഷ്യൽ ഡിസിഷൻ ഷെഷ്കോ മാൻ യുണൈറ്റഡിനെയോ അതോ ന്യൂകാസിലിനെയോ അറിയിക്കുക. അതിനുശേഷം മേ ബി ഏത് ക്ലബ്ബാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ലൈപ്സിഗിന് അറിയാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഇന്നലെ ന്യൂകാസിലോട്ട് ആൾ ചായുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് സ്ലൊവേനിയയിൽ നിന്നുള്ള വാർത്തകളൊക്കെ വന്നത്. സോ ഇപ്പൊ 50-50 സിറ്റുവേഷൻ ആണ്. നേരത്തെ യുണൈറ്റഡ് ആയിരുന്നു ഫേവറേറ്റ്സ്, ഇന്നലെ ന്യൂകാസിലായി ഫേവറേറ്റ്സ്, ഇന്ന് രാവിലെ എണ്ണീറ്റപ്പോൾ 50-50. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവിടുന്ന് ഇസാക്കിന്റെ കാര്യത്തിലോട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇസാക്കിനെ വേണ്ടി ഇനിയും ബിഡ് വിടത്തില്ല എന്നുള്ള രീതിയിൽ ഡേവിഡ് ഓൺസ്റ്റീനൊക്കെ പറയുന്നുണ്ട്. അതായത് ലിവർപൂൾ മാനേജ്മെന്റിന്റെ സ്റ്റാൻഡ് അതാണ്. സോ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഒരു ബിഡിംഗ് വാറിലോട്ട് എൻ്റർ ചെയ്യാൻ ബിഡിംഗ് വാറെന്നല്ല, അവർ ഡെസ്പറേറ്റ് ആണ് ഇസാക്കിനെന്ന് അറിയിച്ചാൽ ഡെഫിനറ്റ്ലി ന്യൂകാസൽ യുണൈറ്റഡ് വിൽ ബി ലൈക്ക് ഓക്കെ, അവർ പൈസ കൂട്ടി ചോദിക്കുന്നത്. സോ 110 million ഇനി ഞങ്ങൾ അതിന് മുകളിലോട്ട് ഇടത്തില്ല എന്നുള്ളൊരു വാശിയിൽ അവർ വാശി എന്നല്ല ആ ഒരു സ്റ്റാൻഡ്സാണ് നിൽക്കുന്നെങ്കിൽ ലാസ്റ്റ് സെസ്കോ എല്ലാം ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇസാക്കിനെ വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം. സോ ഡെഫിനറ്റ്ലി ലിവർപൂളിന് അവരുടെ ഒരു ഫെയർ പ്രൈസ് കിട്ടും എന്നുള്ളൊരു ഇത് കാണും. ആൻഡ് ഫാബ്രിസിയോ പറയുന്ന ഇതാണ്, പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഇത് വെച്ചിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് അങ്ങോട്ട് ഇനി ടോക്സിന് വരുമ്പോൾ അഥവാ അടുത്ത ബിഡ് വിടാനായിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള രീതിയിലാണ് ഫാബ്രിസിയോയുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം ന്യൂകാസിൽ ഷെഷ്കോ ഡീലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രൈക്കർ ഡീലോ ഡണ്ണാക്കുവാണെങ്കിൽ മേ ബി ദേ ഹാവ് ടു സെൽ. സോ അവർ മേ ബി ടേംസ് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുമായിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. കാരണം ഇപ്പം ഇനി അടുത്ത ബിഡ് വിടാൻ പോയ ഡെസ്പറേറ്റ് ആകുന്നൊരു സിറ്റുവേഷൻ വന്നാൽ പ്രൈസ് ലിവർപൂൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്നെന്ന് വരത്തില്ല. അതുപോലെ തന്നെയാണ് ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ആക്കിയിരിക്കുന്നത് ന്യൂകാസൽ യുണൈറ്റഡുമായിട്ട് ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇസാക്ക് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ ആ കാര്യം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഡീൽ ഓഫൊന്നുമല്ല, സ്റ്റിൽ ലിവർപൂൾ തന്നെയാണ് ഇസാക്കിനെ എത്തിക്കാൻ ഫേവറേറ്റ്സ് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ലിവർപൂൾ വെയിറ്റിംഗ് ഗെയിം കളിക്കുകയാണ്. ന്യൂകാസലിനും അറിയാം ലിവർപൂളിന് ഇനിയും വരും എന്നുള്ള കാര്യം. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബ്രഹീം ഡിയാസ് ആണെങ്കിൽ 26 വയസ്സാണ് താരം റയൽ മാഡ്രിഡ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തായിട്ട് ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, പുള്ളിക്ക് പല ഓഫേഴ്സ് ഉണ്ടെങ്കിലും പുള്ളി റയലിൽ നിൽക്കാൻ റെഡിയാണ്. ചാബി അലോൺസോ കൊടുത്ത ഡിസിഷൻ, അതായത് ജാബി അലോൺസോ കൊടുത്തിരിക്കുന്ന റോള് ഒരു ടീമിൽ സ്റ്റാർട്ടർ ആണെന്നുള്ള ഗ്യാരണ്ടി കൊടുത്തായിട്ടൊന്നും വാർത്തകൾ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹി പ്രിഫേഴ്സ് ടു സ്റ്റേ. ഗ്രേറ്റ് ന്യൂസ്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനാണ് ചാവി സിമൻസും ഗർണാച്ചോയും 2 സെപ്പറേറ്റ് ഡീൽസ് ആണെന്നും ചാവി സിമൻസിനെയും ഗർണാച്ചോനെയും 2 പേരെയും എത്തിക്കുകയാണ് ചെൽസിയുടെ എയിം എന്നും ഫാബ്രിസിയോ റൊമാനോ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ചാവി സിമൻസിന് 70 million euros ഒരു പാക്കേജാണ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് RB ലൈപ്സിഗ്. അത് കുറയ്ക്കാനായിട്ടാണ് ചെൽസി കളിക്കുന്നത്. 30 million pounds മുകളിൽ ഗർണാച്ചോയ്ക്ക് ഓഫർ ചെയ്യത്തില്ല എന്നുള്ള സ്റ്റാൻസിലുമാണ് ചെൽസി.
സോ ഗർണാച്ചോയ്ക്ക് ചെൽസി മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആകപ്പാടെ മാൻ യുണൈറ്റഡ് പെട്ട് നിൽക്കുകയാണ്. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ സബ്രാനിനെയും അതുപോലെ തന്നെ ലുക്കാസ് ഷെവലിയാറിനെയും, സബ്രാനിനെ ബോൺമുത്തിൽ നിന്നും ഷെവലിയാറിനെ ലില്ലിൽ നിന്നും 2 പ്ലേയേഴ്സുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിന്നിരിക്കുകയാണ് PSG. ഫാബ്രിസിയെ കൺഫേം എന്നല്ല ഫാബ്രിസിയെ റിപ്പോർട്ട് ചെയ്യുന്നു. കൺഫേം എന്ന് പറയുന്നത് ശരിയല്ല. 100 മില്യൺ യൂറോസിന് ഈ 2 ഡീലും കൂടെ റണ്ണാക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ PSG നിൽക്കുന്നത് എന്നാണ്. അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് ബ്രോഹേനെ ബേൺലി സൈൻ ചെയ്തിട്ടുണ്ട്. സോ എക്സാക്ട്ലി എത്രയാണ് ഫീസ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫാബ്രിസിയെ മറ്റുമൊക്കെ. പല സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്ത 25 മില്യൺ പൗണ്ട്സ് ഓൾമോസ്റ്റ് ഫിക്സഡ് ആയിട്ട് ചെൽസിക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ദ ഡൺ ഡീൽ. ഹ്യൂമിൻസൺ ലോസ് ഏഞ്ചൽസ് FC ജോയിൻ ചെയ്യാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആൾ ഇമോഷണൽ ആയിട്ടുള്ള മെസ്സേജും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വിടുകയുണ്ടായി. സോ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. സണ്ണിനെ കുറിച്ച് വൺ ഓഫ് ദ ലെജൻഡറി പ്ലേയേഴ്സ് ആർഗ്യൂ ചെയ്യാം. ദ ഗ്രേറ്റസ്റ്റ് ഏഷ്യൻ പ്ലെയർ ടു പ്ലേ ഇൻ പ്രീമിയർ ലീഗ് എന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. സോ വിത്തൗട്ട് എഡർ അമ്മാതിരി ഇമ്പാക്റ്റ് ആണ് പുള്ളി അവിടെ ഉണ്ടാക്കിയത്. ആൻഡ് സ്പേഴ്സിന് വേണ്ടി ലാസ്റ്റ് സീസൺ ഒരു യൂറോപ്പ ലീഗ് നേടിക്കൊടുത്തുകൊണ്ടാണ് ക്യാപ്റ്റനായ സ്പേഴ്സ് വിടാനായിട്ട് പോകുന്നത്. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് ജിയോ സിമിയോണി ആണെങ്കിൽ ടൊറീനോ ആയിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ താരം നാപ്പോളിയിലാണ് ഇപ്പം കളിക്കുന്നത്. സോ നാപ്പോളിയിൽ നിന്ന് ടൊറീനോയിലോട്ട് നീങ്ങാനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങി. നാപ്പോളിയും ടൊറീനോയ്ക്കിടെ ടോക്സ് തുടങ്ങിയായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ റാസ്മസ് ഹോയിലൻഡിന് 30 മില്യൺ പൗണ്ട്സ് കിട്ടിയാൽ മാൻ യുണൈറ്റഡ് സെല്ല് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ബട്ട് ഹോയിലൻഡിന് ഇപ്പോഴും മാൻ യുണൈറ്റഡിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ. RB ലൈപ്സിഗിന്റെ ഡ്രീം ടാർഗറ്റ് ആണ് ഷെഷ്കോയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് പുള്ളി എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യാൻ വിസേനെ ബ്രെൻഫോർഡ് റൈറ്റ് ഓഫർ വന്നാൽ വിൽക്കും എന്നുള്ള ഒരു സ്റ്റാൻസിലാണ് നിൽക്കുന്നതാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിസയ്ക്ക് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകളും പ്രീമിയർ ലീഗിൽ ന്യൂകാസിലും മറ്റുമൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ പലീന ലോണിന് ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ വന്നിരിക്കുകയാണ്. സോ അടിയിൽ മിക്കവരും അറിഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോൺ വിത്ത് 30 മില്യൺ ഓപ്ഷൻ ടു ബൈക്കാണ് പലീനനെ ടോട്ടൻഹാം ഹോട്ട്സ്പർ സൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം ബയൺ മ്യൂണിക്. അതുപോലെ തന്നെ ഗുയിനെ സണ്ടർലാൻഡ് ലോണിന് എത്തിച്ചിട്ടുണ്ട് ഫ്രം ചെൽസി. ഓപ്ഷൻ ടു ബൈയോ മറ്റോ ഒന്നുമില്ല, 1 ഇയർ സ്ട്രേറ്റ് ലോൺ ഡീലിനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലുക്മാന്റെ 45 മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജ്, 42 ഫിക്സഡ് പ്ലസ് 3 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ പാക്കേജ് ഫ്രം ഇന്റർ മിലാൻ റിജക്ട് ചെയ്തിരിക്കുകയാണ് അറ്റ്ലാന്റ 50 മില്യൺ യൂറോസ് വേണമെന്ന് പറയുന്ന ഒറ്റ സ്റ്റാൻസിൽ തന്നെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡാർവിൻ ന്യൂനസിന് വേണ്ടി ഒരു ചെറിയ വാർ നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഡാർവിൻ ന്യൂനസിൽ അൽ ഹിലാൽ ടോക്സ് തുടങ്ങിയായിട്ട് ഫാബ്രിസിയോ കൺഫേം ആക്കിയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയുടെ ഡിമാർസിയോയുടെ റിപ്പോർട്ട് വരുന്നത് AC മിലാനും ഡീൽ ലെൻഡർ ആയിട്ടുള്ളതാണ്. ഡാർവിൻ ന്യൂനസിന് യൂറോപ്പിൽ നിൽക്കാനാണ് പ്ലാൻ. ഓൾറെഡി നാപ്പോളിയായിട്ടൊക്കെ ടേംസ് അഗ്രി ചെയ്ത് 50 മില്യൺ വരെ നാപ്പോളി ഓഫർ ചെയ്തതാണ്. 70 മില്യന് കുറച്ച് കൊടുക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻസിലായിരുന്നു അന്ന് ലിവർപൂൾ. സോ അന്ന് ആ ഡീൽ ബ്രേക്കായി. ഇപ്പം അൽ ഹിലാൽ എൻ്റർ ആയിട്ടുണ്ട്. ലിവർപൂളിന്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസ് ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ മിലാൻ ഇപ്പോൾ റേസിൽ എൻ്റർ ആയിട്ടുണ്ട്. മിലാൻ ഒരു സ്ട്രൈക്കറിന് വേണ്ടി നെട്ടോട്ടമാണ്. അവർ ഗോൺസാലോ റോമോസ്, കോളോ മുവാനി, വ്ളാഹോവിച്ച് ഉള്ള പ്ലേയേഴ്സുമായിട്ട് എല്ലാം ടോക്സ് നടത്തി. പക്ഷെ ആർക്കും അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് ക്ലബ്ബുകൾക്ക് കൊടുക്കാൻ മിലാൻ റെഡിയല്ല. സോ ഡാർവിൻ ന്യൂനസിനെ കിട്ടണമെങ്കിൽ മിനിമം ഒരു 70 മില്യൺ ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. സോ അതിനടുത്ത് ഓഫർ ചെയ്യാതെ കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ AC മിലാൻ അത് ഓഫർ ചെയ്യാൻ റെഡിയാവോ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പ്ലെയർ പ്രിഫർ ചെയ്യാൻ മിക്കവാറും AC മിലാൻ മൂവ് ആയിരിക്കും. കാരണം താരത്തിന് യൂറോപ്പിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ എന്ന് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല സോഴ്സുകളും പറഞ്ഞിരുന്നു. പക്ഷെ അഥവാ മറ്റൊരു ഓഫേഴ്സും വന്നില്ലെങ്കിൽ ഹി മൈ കൺസിഡർ സൗദി മൂവ്. കാരണം പുള്ളിക്കറിയാം ലിവർപൂളിൽ പുള്ളിയുടെ പ്ലേയിങ് ടൈം ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വിശേഷങ്ങളും വാർത്തകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.